നമുക്ക് പ്രകൃതിയുടെ അടുത്ത് എത്ര ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ നമ്മളതിനെ ദ്രോഹിച്ചാലും പ്രകൃതിക്ക് നമ്മുടെ അടുത്ത് ഭയങ്കര ലബ്ബാണ് കേട്ടോ. കാര്യം ഈ അടുത്ത് തന്നെ എന്തൊരു ചൂടായിരുന്നു. ചൂടെടുത്ത് എല്ലാവരും അധികം എ സി ഇല്ലാത്തവരുടെ വീടെന്നൊക്കെ പറഞ്ഞാൽ ചുട്ടു പൊള്ളുമായിരുന്നു. ആ സമയത്താണ് പ്രകൃതി എങ്ങനെ അനുഗ്രഹിച്ച് വേനൽ മഴയൊക്കെ നൽകുന്നത്. ഇതൊക്കെ കാണിക്കുന്ന പ്രകൃതിക്ക് നമ്മുടെ അടുത്ത് ഇപ്പോഴും ഇഷ്ടമുണ്ടെന്നാണ്. പക്ഷേ നമ്മൾ തിരിച്ചു ചെയ്യുന്നത് ഒട്ടും ന്യായമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങണം ഇനിയെങ്കിലും. അപ്പോൾ ഇപ്പം നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ പോവുകയാണ്. നല്ല സാധനം ഉണ്ടാക്കുക, അതങ്ങോട്ട് തിന്ന് തീർക്കുക. ഇന്നും ഒരു വീട്ടിലെത്തിയിരിക്കുകയാണ്. അവിടെ അതായത് വളരെ നല്ലൊരു ഹോംലി റെസിപ്പി ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മളെ വിളിച്ച് വരുത്തിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ചെല്ലുക, അവരെ പരിചയപ്പെടുക, ഉണ്ടാക്കുക, കഴിക്കുക, കാണിക്കുക, അങ്ങോട്ട് എൻജോയ് ചെയ്യുക. അൻസുവുമായിട്ടുള്ള എപ്പിസോഡ് നമ്മളങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. ഒരുപാട് സ്ഥലത്ത് ഭയങ്കര ബഹളം വയ്ക്കുന്ന അൻസു പക്ഷേ ക്യാമറ കണ്ടപ്പോഴത്തേക്ക് ഒരു പൂച്ചക്കുട്ടിയെ പോലെ ആയോ അൻസു? ഇല്ല, കുഴപ്പമില്ല. ക്യാമറ എന്ന് പറയുന്ന ആളൊരു ഭീകരനാണോ? പാവല്ലേ? പാവം തന്നെ ആയിരിക്കണം. അൻസു ഒരു നല്ല ബാങ്കിലെ ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ ഒരുപാട് പേരുമായിട്ട് ദിവസവും സമ്പർക്കം ചെയ്യുന്നതാണ് അല്ലേ? എത്രയോ പേരെ ഡീൽ ചെയ്യണം. കാര്യം ബാങ്കിൽ മിക്കവരും വരുന്നത് ചൂടായിട്ടാണ്. എന്റെ ലോണിന്റെ പൈസ എന്താ നിങ്ങൾ എടുക്കാത്ത? അങ്ങനെ ബഹളം വയ്ക്കുന്നവരെ മെരുക്കി വിടുന്ന ഒരാളാണ് അൻസു. ശരിക്കും പക്ഷേ ഈ ബാങ്കിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ചോദ്യം. കാര്യം പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ഈ ലോണിന്റെ കണക്ക് പറയുമ്പോൾ നമ്മൾ ആകെ അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ കൂടുതൽ പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഓക്കെ സാർ ഓക്കെ വേണം എന്നല്ല ഇറങ്ങി. നമ്മളെല്ലാം ജെന്യൂൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് എല്ലാം ഉണ്ട്, നോ പ്രോബ്ലം. ശരി. അപ്പൊ പക്ഷേ അൻസു ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ മാത്രമല്ല, വീട്ടുകാരിയാണ്, നല്ലൊരു വീട്ടുകാരിയാണ്, നല്ലൊരു പാചകക്കാരി കൂടെയാണ്. അതിന്റെ പുറകിൽ ഒരാളുണ്ടല്ലേ? ശരിക്കും നമ്മളൊരു നല്ല പാചകക്കാരൻ അല്ലെങ്കിൽ പാചകക്കാരി ആവുന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് നമുക്ക് ആ അഭിരുചി കിട്ടും. അതായത് നമ്മുടെ അമ്മമാര് അല്ലെങ്കിൽ അമ്മമാര് അല്ലെ, ശരിക്കും കാര്യം അവിടെ നിന്നാണ് പഠിച്ചെടുക്കേണ്ടത്. നമ്മൾ എപ്പോഴും ചോദിക്കും ഇത് പഠിച്ചത് എവിടെ നിന്നാന്നല്ലേ നമ്മൾ ചോദിക്കും അല്ലേ? കാര്യം ഇതിനൊരു ലൈനേജ് വേണം. അല്ലെങ്കിൽ പിന്നെ വളരെ എക്സെപ്ഷണൽ ആയിട്ട് ചിലവർക്ക് മറ്റേ എന്താന്ന് പറയുന്നത് ഇതുമായിട്ട് ഒരു അടുപ്പം വന്ന് പിന്നെ ഒരു താല്പര്യം കൂടി വേണം. താല്പര്യമുണ്ട്, തിന്നാൻ മാത്രമല്ല നമുക്ക് ഉണ്ടാക്കാനും താല്പര്യം വേണം. ശരി. അപ്പൊ അൻസു ഇത് നമുക്ക് വേണ്ടി സംഭവം ഒരു കിടില സംഭവം പ്രസന്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഈ വീട്ടിൽ കയറി വരുന്നവരെ അതിനൊരു പേര് ഇട്ടിട്ടില്ല, അതാണ് സത്യം. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അൻസുവിന്റെ മനസ്സിൽ ഒരു ലഡ്ഡു പൊട്ടി. ആ ലഡ്ഡുവിന്റെ പേര് ഹേ ഗർമി ചിക്കൻ. ഹേ ഗർമി ചിക്കൻ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് കേട്ടോ. വേറെ എന്തൊക്കെയോ വെറൈറ്റി ഉണ്ടെന്നാണ് അൻസു അവകാശപ്പെടുന്നത്. വെരി സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഒരു മസാലയില്ല, ഉള്ളിയില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഫ്യൂ ഐറ്റംസ് ആൻഡ് ഡിഷസ്. ഉള്ളിയൊന്നും ഇല്ലല്ലേ? ഒന്നുമില്ല, ചെറിയ ഉള്ളി പോലും ഇല്ല, സവാള ഒന്നുമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അൻസു എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞു തരും. പിന്നെ ചെയ്യേണ്ട കാര്യം എനിക്കൊന്ന് 1-2 തവണ പരീക്ഷിച്ചു നോക്കിയ കാര്യമാണത്. അതെ, നമ്മൾ വീട്ടില് അത് എന്താ പറയാ, എന്റെ മമ്മിയാണ് ഇതിന്റെ മെയിൻ മാസ്റ്റർ മൈൻഡ് ബിഹൈൻഡ് ഇറ്റ്. അപ്പൊ മമ്മി തന്നെ പറഞ്ഞു തന്നു, നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, അടിപൊളിയാന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ദോശന് കൂടിയ കഴിക്കാൻ നല്ലതാണ്. നമ്മൾ ഇവിടെ ഇന്ന് ബട്ടൂരയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ബട്ടൂര സാധാരണ കഴിക്കാറുള്ള ബട്ടൂര നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ആക്കാം. നാടൻ രീതിയിൽ വേണമെങ്കിലും ആക്കാം, ഹിന്ദി നോർത്ത് ഇന്ത്യൻ രീതിയിൽ വേണമെങ്കിൽ ആക്കാം, എങ്ങനെ ആക്കാം. ശരിക്കും ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഭാരതത്തിന്റെ ഡിഷ് എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യ അല്ല, സൗത്ത് ഇന്ത്യ അല്ല, ഇന്ത്യൻ ഡിഷാണ്. ഇന്ത്യൻ ഡിഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നല്ല കാര്യം. അപ്പൊ ഇനി എന്തൊക്കെയാണ് ചേരുവകൾ? ഹേ ഗർമി ചിക്കൻ. ഹേ ഗർമി ചിക്കൻ. ഗർമി എന്ന് പറഞ്ഞാൽ ചൂടുള്ളതെന്നാണ് ഹിന്ദിയിൽ അർത്ഥം കേട്ടോ. അപ്പൊ ഹേ ഗർമി ചിക്കൻ എന്തൊക്കെയാ വേണ്ട അൻസൂസ് പറഞ്ഞു? വെളുത്തുള്ളി പേസ്റ്റ്, നമ്മള് ഇഞ്ചി പേസ്റ്റ്, പിന്നെ തക്കാളി 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഹാഫ് നാരങ്ങ, പിന്നെ നമ്മള് കശ്മീരി ചില്ലി, ഓക്കെ, ദെൻ മഞ്ഞപ്പൊടി, ഇച്ചിരി വെളിച്ചെണ്ണ, ഉപ്പ്, കറിവേപ്പില. ഇതെന്താ വിനാഗിരിയാണോ? അല്ല, വെള്ളം ജസ്റ്റ് വെള്ളം. ഇവിടെയൊക്കെ കുറെ കറിവേപ്പില, ഇതൊക്കെ ഡെക്കറേഷൻ ഐറ്റംസ് ആണല്ലേ? ഇതിൽ ഇലകളായിട്ട് കറിവേപ്പില മാത്രമേ ഉള്ളൂ, വേറെ ഈ മല്ലിയിലൊക്കെ സൈഡ് വെച്ചാൽ ഉപയോഗിക്കത്തില്ല. അതൊക്കെ ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കും. തുടങ്ങാം. ഇനി എന്താ വേണ്ടത്? ഈ ഒരു പാത്രം മാത്രം മതി. നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ടും ഒരു പാത്രം എടുക്കാം. അപ്പൊ അതായിരിക്കും കുറച്ചുകൂടി വിസ്താരത്തിൽ നമുക്ക് ചെയ്യാമല്ലോ. ശരി. ഇനി ഇതിലൊരു കാര്യം അൻസു ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യം പറയാം. നമ്മളിവിടെ കശ്മീരി ചില്ലി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഇതിനെ ഒരു പരിപാടി ചെയ്ത് ഇവിടെ നല്ല ഭംഗിയാക്കി വെച്ചിട്ട് എന്താ അൻസു ആ പ്രോസസ്സ് പറഞ്ഞുതരാം. ഇത് ആക്ച്വലി ഡ്രൈ, നമ്മൾ കണ്ടതുപോലെ നമുക്ക് ഉണങ്ങിയ മുളകാ. ഒന്ന് നമുക്ക് പിരിയൻ മുളക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കശ്മീരി ചില്ലി. എരിവ് കുറഞ്ഞത് നമുക്ക് ഒരുവിധം നമുക്കറിയാലോ. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്ന മുളകാ. അപ്പം മുളക് എത്രത്തോളം കുറയും അതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഭയങ്കര എരിവായിപ്പോവും. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ ഈ വറ്റൽ മുളക് ആദ്യം ഒന്ന് മുറിക്കണം. മുറിച്ചിട്ട് അന്ന് അരി ഇതിൻ്റെ അരിയുണ്ട് ജസ്റ്റ് ഒന്ന്
കളയുന്നതെന്ന് വെച്ചാൽ എരിവ് ഒന്ന് കുറയാനാ, എന്നിട്ട് ഒന്ന് മാറ്റി വെക്കാം. അതിലാണ് കുരുവിലാണ് അതിന്റെ എരിവ്. മെയിൻ ഇൻഗ്രീഡിയന്റ് വെച്ചാൽ ആ ഒരു കുരുവിലാണ് ആ എരിവിന്റെ കണ്ടന്റ് ഇരിക്കുന്നത്. പക്ഷെ മാക്സിമം കളയാം, ഫുൾ കളയണ്ട, ഒരു നമുക്ക് ജസ്റ്റ് ഒന്ന് കളയാം, തട്ടി കളയാം. എന്നിട്ട് പാത്രത്തോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിനകത്തോട്ട് ഈ തിളച്ച വെള്ളത്തിലോട്ട് ഈ മുളകൊക്കെ ഇട്ട് വെക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് അടച്ചു വെക്കുക. അപ്പൊ ജസ്റ്റ് ഒന്ന് വേവണം, അതായത് തൊളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആണ്, ഡ്രൈ അല്ലേ, സോഫ്റ്റ് ആണ്. ചൂടാറിയ ശേഷം അതൊന്ന് അരിപ്പിലൊന്ന് ഇട്ട് അരിക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ഇതാണ്. ഒരു ഇച്ചിരി തരിതരിപ്പ് വേണം, എന്നാൽ അങ്ങനെ അരഞ്ഞിങ്ങനെ പേസ്റ്റ് ആവല്, ജസ്റ്റ് മീഡിയം പരുവം. എനിക്ക് തോന്നുന്നു സ്ഥിരം പാചകം ചെയ്യുന്ന ടീമുകൾക്കൊക്കെ അത് അറിയായിരിക്കും ഏതൊരു പരുവത്തിൽ അതിനെ നിർത്തണമെന്നല്ലേ. അതെ. പാചകം എങ്ങനെയാണ് ആരംഭിക്കണം? നമ്മൾ തുടങ്ങുന്നത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ പാത്രം മതി. പാത്രം മതി. അത് എല്ലാവരും പറയുന്നതാണല്ലോ. കാര്യം ഈ ചിക്കൻ കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മസാലയൊക്കെ നേരെ അതിൻ്റെ അകത്തോട്ട് പിടിക്കും. മിനിമം ഒരു 30 മിനിറ്റ് വേണമെന്നാണ് പറയുന്നത് കേട്ടോ, മിനിമം. അതും അത് റെഫ്രിജറേറ്റ് ചെയ്ത് വെച്ചാൽ കൂടുതൽ പിടിക്കുമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു 1 kg ചിക്കൻ ആണ്. നല്ല ഗുണ്ടുമണി ചിക്കൻ. ഏതിൻ്റെ ചിക്കനാണിത്? മറ്റേ കെപ്കോ ചിക്കൻ. അടിപൊളി. അപ്പോൾ നമ്മൾ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒരു ഹാഫ് നാരങ്ങ മതി. നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അരമുറി നാരങ്ങ, അത് കുറച്ച് വലിപ്പമുള്ള. ഇത് എത്ര കിലോ കാണും? 1 kg. 1 kg ഉണ്ട് കേട്ടോ. ശരി. ഇനി അടുത്തത് ഉപ്പും മഞ്ഞപ്പൊടി. എത്ര ഉപ്പ് എടുത്താൽ മതി? കൈയളവാണോ? സാധാരണ വീട്ടിൽ ചെയ്യുമ്പോൾ കൈയളവാണോ? അങ്ങനെ ഇടും. സ്പൂണൊന്നും നമുക്ക് വേണ്ട, കാര്യം ആ കൈപ്പുണ്യം നമുക്ക് കിട്ടട്ടെ. കൈയളവ്. ഇനി അടുത്ത മഞ്ഞപ്പൊടി. ഇത് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് കേട്ടോ, ഏത് പാചകക്കാരായാലും എപ്പോഴും. ഇത് കുറച്ചൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നാരങ്ങ നീര് ചേർത്ത് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ്, നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുകയാണ്. വെളുത്തുള്ളി എത്ര സ്പൂൺ? ഇത് സ്പൂൺ കണക്കെന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? സ്പൂൺ കണക്കിന് എടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ ഇപ്പൊ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ രുചി നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. ശരി അൻസോ, ഇതിപ്പോ എത്ര വേണം? 2 ടേബിൾ സ്പൂൺ ഇടാം. ടേബിൾ സ്പൂണിനുള്ള കണക്കിലാണ് ഇത്. ടേബിൾ സ്പൂൺ അല്ല, കുഴപ്പമിട്ടോ, നമ്മുടെ നാടൻ സ്പൂൺ. ഇച്ചിരി കിട്ടോ. ഇതിന്റെ ടേസ്റ്റ് ആണ് മുമ്പിൽ നിൽക്കുന്നത്, വെളുത്തുള്ളിന്റെ. അതാണ് കേറി നിൽക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ഫ്ലേവേഴ്സ് വേറെ നമ്മൾ ചേർക്കുന്നില്ല. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഞ്ചി ഒരു 1 ടേബിൾ സ്പൂൺ, 1 സ്പൂൺ ഇട്ടോ. അത്രയും ഇച്ചിരി ഇതിട്ടിട്ട് അടുത്ത കുറച്ചും കൂടെ ഒരു ടിപ്പിൽ മതിയോ? അതെ, 1 സ്പൂൺ. ഓക്കെ. പിന്നെ നമുക്കിത് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഹാഫ് ആൻ അവർ, അരമണിക്കൂർ ഐഡിയൽ അതാണ്. അരമണിക്കൂർ അത് സോഫ്റ്റ് നല്ലതായിട്ട് അതിന്റെ ചെറുവിലെല്ലാം ഇങ്ങനെ പിടിച്ച്. അങ്ങനെ ഒരു അരമണിക്കൂർ ആയപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കുട്ടനെ പുറത്തെടുത്തിട്ടുണ്ട്. എല്ലാ മസാലകളും നന്നായിട്ട് പിടിച്ചു എന്നാണ് വിശ്വാസം. ശരിക്കും മനസ്സ് പറയുന്ന ഓവർനൈറ്റ് ഒക്കെ വെച്ചാൽ ജോറാവും അല്ലേ? അതായിരിക്കും കിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. മിനിമം സോഫ്റ്റ് ആവും, അത്രേ ഉള്ളൂ. നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. പിന്നെ അകത്തേക്ക് കുറച്ച് പിടിക്കും, അതാണ് പ്രധാനം കേട്ടോ. ഇനിയാണ് നമ്മൾ മുളക് പൊടിയൊക്കെ തേച്ച് മുട്ടപ്പനാക്കുന്നത് കേട്ടോ. നമുക്ക് പാത്രം പാചകം ചെയ്യാൻ ഏത് വേണം? ഇത് വേണോ? ഇത് തിളച്ചിട്ട് നമുക്ക് അതിനകത്ത് ആധുനിക പാത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. യെസ്. ഒരു സത്യം പറയട്ടെ, ഇതിലൊക്കെ ചെയ്യുന്നതിനെക്കാട്ടി നമ്മുടെ പഴയ അത് വരും. ആക്ച്വലി അതിലാ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ വെച്ച് പെട്ടെന്ന് ഇതായിട്ട് നമുക്ക് അതിനകത്തോട് മാറ്റി വരട്ടി എടുക്കണം. ഇരുമ്പ് ചട്ടിയിലൊക്കെ ചെയ്തതിന് അതിനാണ് മാറ്റി വെച്ചേക്കുന്നത്. അതൊരു ഭയങ്കരമാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ശരി, നേരത്തെ പറഞ്ഞിട്ടുണ്ട് അൻസു എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്. അതെ, സോ അതില് ഇതാണ് നമ്മളുടെ ആ അരപ്പ് വരേണ്ടത്. ഇതൊരു ടിപ്പർ കണക്കിനാണല്ലോ ചേർക്കുന്നത്. ഒരളവ് പറയാൻ. അപ്പം നമ്മൾ 1 കിലോ അളവ് പറയണമെങ്കിൽ 1 കിലോ ചിക്കനിൽ ഒരു 1/4 കിലോ മുളക്. അത് എൻ്റെ ഒരു 1/4 കിലോ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു 3 പിടി കൈക്ക് 3 പിടി. അപ്പോൾ അരച്ച മുളക് മുഴുവൻ നമ്മുടെ ചിക്കൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായിട്ട് കൈവച്ച് തന്നെ ഇളക്കി കൊടുക്കുന്നതാണ്. ഞാൻ ഇച്ചിരി എണ്ണ തടവിയിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണ.
ഇനി നമുക്ക് ആ വെള്ളം കൂടി ഒന്ന് നമുക്ക് ഒഴിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒന്ന് വേവാനായിട്ട് വെള്ളം ഒഴിക്കണമല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പാത്രത്തിൽ ഞാൻ കഴുകിയ വെള്ളം അതിൽ ചേർക്കുന്നത്. നേരത്തെ നമ്മുടെ വെളുത്തുള്ളി ഇതൊക്കെ അതായത് ഇഞ്ചിയൊക്കെ അരച്ചെടുത്തുണ്ട്. ആ പാത്രത്തിലെ വെള്ളം തന്നെ ഇതിലോട്ട് ചേർക്കുക. അത് നല്ല ഐഡിയ. അപ്പൊ അതിന്റെ ഫ്ലേവറോടെ കിട്ടുമല്ലേ. വീണ്ടും കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും കൂടെ അൻസു ചേർക്കുകയാണ്. ഒരു സ്പൂണും കൂടി ജസ്റ്റ് ഒന്ന് ചേർക്കുകയാണ്. ബിക്കോസ് വെളുത്തുള്ളി ഫ്ലേവർ കിട്ടുന്നുണ്ട്. നമുക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ നല്ലതല്ലേ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ. ഇപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും കുറച്ച് ഇഞ്ചി കൂടി ചേർക്കാവേ. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. അതിന് അൻസു ഒരു കാരണവും കൂടെ പറയുന്നുണ്ട്. അതായത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ആണ് ഈ വെളുത്തുള്ളി ഇഞ്ചി എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വലിച്ചു വാരി കഴിക്കരുത്, എല്ലാം ഒരു പരിധിക്ക് കേട്ടോ. പിന്നെ തക്കാളി ഈ വലിപ്പം കണ്ടോ? ഈ ഒരു വലിപ്പത്തിലൊക്കെ അലിഞ്ഞു ചേരും. കാണത്തില്ല, കിട്ടത്തില്ല, കടിക്കാനൊന്നും കിട്ടത്തില്ല. അതെന്താ മഞ്ഞപ്പൊടി വീണ്ടും ചേർക്കുക, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ. അപ്പൊ തുടക്കത്തിൽ നമ്മൾ ചിക്കനിൽ മഞ്ഞപ്പൊടി എടുക്കുമ്പോൾ ആലോചിച്ചോണം, വീണ്ടും ഒരു സ്റ്റേജിൽ മഞ്ഞൾപ്പൊടി ചാടി ഇറങ്ങുന്നുണ്ട്. ഇപ്പോഴാണ് അടുപ്പ് കത്തിക്കുന്നത്. അതായത് പ്രോഗ്രാം തുടങ്ങി ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടുപ്പ് പോലും കത്തിക്കുന്നത്. അത്ര വിശിഷ്ടമാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഹേ ഗർമി ചിക്കൻ അല്ലേ. കുറച്ചും കൂടെ വെള്ളം വേണമെന്ന് അൻസു പറയുന്നുണ്ടായിരുന്നു. വേവണ്ടേ? ശരിയാണ്. പിന്നെ ആ ഗ്രേവി ഒക്കെ അടുപ്പ് ഫുൾ ഫ്ലെയിമിലാണോ? ഫുൾ ഫ്ലെയിമിലാണ്. ഹൈയിലാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളാം, ഹൈയിലിരിക്കുന്നത്. മീഡിയം ഒന്നുമല്ല, നല്ല കുഴിയുള്ള ഒരു പാത്രം എടുക്കണം. വിസ്താരമുള്ള പാത്രത്തിലെടുത്ത്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലിയ പാത്രത്തിൽ നിന്ന് എടുത്ത് നമ്മൾ ആക്കി പിന്നെ നമുക്ക് വേണ്ടി റോസ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ ശരിക്കുള്ള പാത്രത്തിലെടുത്ത് ചീനച്ചട്ടി ഇല്ലേ, നല്ല ഇരുമ്പോ അല്ലെങ്കിൽ നമ്മൾ നാടൻ പാത്രങ്ങളെടുത്ത് നമുക്കത് ഇച്ചിരി വെള്ളം കൂടി എടുക്കുവാണ് ഞാൻ. കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഇപ്പം നല്ല ഡ്രൈ ആണ്. അപ്പൊ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറുകും. ചിക്കൻ ആയതുകൊണ്ട് അതിൽ നിന്നും കുറച്ച് ഇറങ്ങും. അപ്പൊ അത് മനസ്സിൽ കണ്ടോണം കേട്ടോ, നാടൻ പോലെയല്ലേ. ഇപ്പൊ തന്നെ തല തുടങ്ങിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. എത്ര നേരം? അതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് 15 മിനിറ്റ്സ് വെക്കാം. 15 മിനിറ്റ് ഏകദേശം കണക്കാണ് കേട്ടോ. ഈ പാചകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കറക്റ്റ് ആവാൻ വഴിയില്ല. വേണമെങ്കിൽ കുറച്ച് തുടക്കത്തിലെ തിളക്കിയ ശേഷം ഒന്ന് കുറച്ച് കൊടുക്കണം അല്ലേ. ഇപ്പം ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. ചിക്കൻ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് തുടക്കത്തിൽ കുറച്ചൊന്ന് തീ കൂട്ടി വെച്ച് ഉടനെ തന്നെ അതിനെ നല്ല സിം ഫ്ലെയിം ആക്കി ഇനി ഒരു 15 മിനിറ്റ് സമയം കൊടുത്താൽ ഇവൻ നല്ല കുട്ടപ്പനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരും അല്ലേ. നല്ല ഗുമു ഇങ്ങനെ മേലോട്ട് വരും. പ്രതീക്ഷ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഏരിയയാണ്. പക്ഷെ അൻസു പറയുന്നു അത് കഴിക്കുമ്പോൾ നമ്മൾ വിസ്മയിച്ചു പോകുന്നതാണ് അൻസു പറയുന്നത്. ആ സമയം കൊണ്ട് അൻസു വേറൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിനൊരു കോമ്പിനേഷൻ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടൂരയാണ്. ബട്ടൂര. അവിടെ അതൊരു നോർത്തി അല്ല, ഇന്ത്യൻ നോർത്തി അല്ല. നമുക്ക് ദോശ വേണമെങ്കിൽ കഴിക്കാം, വേണമെങ്കിൽ ദോശയിലൂടെയും കഴിക്കാം. നമ്മൾ ബട്ടൂര അതന്നെ. ഓക്കെ, 2 കപ്പ് മൈദയാണ്. ഓക്കെ, ഈ ആണ് എൻ്റെ ഒരു കപ്പിന്റെ അളവ്. ഈ കപ്പിന്റെ മൈദയാണ് എടുത്തേക്കുന്നത് ഇവിടെ. അതിനാവശ്യമായിട്ട് ഈസ്റ്റ് ഞാനിപ്പം ഒന്ന് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണ്. അതിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം, ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് പഞ്ചസാരയും 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഞാനിപ്പം അത് ഫെർമെന്റ് ചെയ്യാൻ വെച്ചേക്കുക. ഓക്കെ, പിന്നെ ഇൻഗ്രീഡിയൻ്റ് വന്ന് നമ്മൾ റവയാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ തൈര് ഒരു 4 ടേബിൾ സ്പൂൺ, പിന്നെ പഞ്ചസാര, ഉപ്പ്, എണ്ണ ഇത്രേ ഉള്ളൂ. വെജിറ്റബിൾ ഓയിലാണ്. പറഞ്ഞതൊന്നും റിപ്പീറ്റ് ചെയ്തില്ല. ഇത്രയും കാര്യങ്ങളും പിന്നെ പാകത്തിന് വെള്ളവും കൂടി എടുത്ത് നമ്മൾ ബട്ടൂരയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മുടെ അൻസു കൂട്ടി തുടങ്ങാൻ പോകണം. അൻസു പ്ലീസ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യാം. സഹായം തരണം. ആദ്യം ഇച്ചിരി ഉപ്പ്, പാകത്തിന് ഉപ്പ്, പാകത്തിന് ഉപ്പ്. ഓക്കെ, പിന്നെ പഞ്ചസാര. ഓക്കെ, അതൊരു ടീസ്പൂൺ. കൈകളെ കിട്ടോ, കുഴപ്പമില്ല, ഞാനല്ലേ സഹിച്ചോളാം. ഓക്കെ, പിന്നെ റവ. ഇത് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. റവ 2 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ, ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈസ്റ്റ് ഇടാം. ഈസ്റ്റിന്റെ കാര്യമൊക്കെ അൻസു കൃത്യമായിട്ട് ഞാൻ മുഴുവൻ ഒഴിക്കട്ടോ. എല്ലാം കൃത്യമായിട്ട് തുടക്കത്തിൽ പതഞ്ഞിങ്ങനെ വന്നായിരുന്നു. ഇങ്ങനെ പതഞ്ഞിങ്ങനെ വന്ന കണ്ടോ, അങ്ങനെ വരണം.
തൈര്. തൈരിൽ അതിൻ്റെ 4 ടേബിൾ സ്പൂൺ അത് ഇടും. ഇതാണ് ടേബിൾ സ്പൂൺ അല്ലേ? കേട്ടോ. 1 2 അളവ് ഇച്ചിരി ഹീപ്പായിട്ട് എടുക്കണം. 4 വേണമെങ്കിൽ മറ്റേ കുറച്ചും കൂടെ ഇട്ടോ. അത് മതി തോന്നുന്നു. ഓക്കെ. അപ്പോൾ 4 ഹീപ്ഡ് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ, കൂന കൂടി. ഇനി വെള്ളം നമുക്ക് എടുക്കാം. വെള്ളം ഒരു ചെറിയ ചെമ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു 10 മിനിറ്റ്സോളം നല്ലതായിട്ട് നെണ്ടിയണം. നന്നായിട്ടുള്ള അധ്വാനമുണ്ട്. അതെ, നല്ലതായിട്ട് ഇങ്ങനെ കുഴച്ച് നല്ല പരം തട്ടി നമുക്ക് അമ്മയെ കൊണ്ട് ഇരിക്കാം. ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ വെജിറ്റബിൾ ഓയിലും കൂടി ഒന്ന്. ദൈവമേ, ഒരു ബട്ടൂര് റെഡിയാക്കാൻ എന്തൊക്കെ മെനക്കെടുന്നു അല്ലേ? അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് കുഴച്ച് ഒരു പരുവാക്കി നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പൊറോട്ടയുടെ മുകളിലൂടെ തോർത്തിടുന്ന പോലെ ഒരു വൃത്തിയുള്ള ടവൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത്തിരി നനവോടുകൂടി കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരുന്ന് നല്ലത്. മിനിമം ഒരു അരമണിക്കൂർ. ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രധാന താരമായ ചിക്കൻ, എന്ത് സംഭവമായിരുന്നു? ഹായ് ഗർമി ചിക്കൻ അല്ലേ? ഞാനത് മറന്നു. ഹായ് ഗർമി ചിക്കനിലേക്ക് നമ്മൾ പോവുകയാണ്. ഉണ്ടോ ഇങ്ങനെ എണ്ണ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ വന്ന് കണ്ടോ? അതായത് എണ്ണ തെളിഞ്ഞു വരുന്നത് ഒരു ലക്ഷണമാണ് കേട്ടോ. അത് കടി റെഡിയായി എന്ന് അറിയാനായിട്ടുള്ള ഒരു ലക്ഷണമാണ്. കൂടുതൽ ഒഴിച്ചു കൊടുക്കാതെ ആ താഴെ കിടന്ന എണ്ണ തെളിഞ്ഞു വന്നിരിക്കുന്നു. ഇനി അത് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ, ഇത് മാറ്റി നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം. തളിക്കാനല്ല, ഇത് നമ്മൾ ഇനി ആ ഒരു പ്രോസസ് ആക്കുന്ന ഇതിലിരുന്ന നമുക്ക് ഇതിൽ ആക്ച്വലി ഇങ്ങനെ ഒത്തിരി ആയില്ലേ, കുറച്ച് എടുത്തിട്ട് റെഡിയാക്കി ഇങ്ങനെ പെരണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് ഈ പാത്രമല്ലേ നല്ലത്. വറ്റിച്ചെടുക്കാൻ പോവാണല്ലേ? വറ്റിച്ചെടുക്കാൻ പോവാം. സാധാരണ നമ്മൾ സവാള ഒക്കെ ചേർക്കുമ്പോഴല്ലേ ഇങ്ങനെ തിക്ക് ഗ്രേവി ആവുന്നത്. ഒന്നും ഇല്ലാതെ അതാണ് മുളക് അരച്ചത് മാത്രമേ ഉള്ളൂ. സവാള ഇല്ലാത്തത് കൊണ്ട് ഒരു ഗുണം അല്ലെങ്കിൽ ദോഷം എന്തുകൊണ്ടെന്ന് പറയാം. കാര്യം ഈ സവാളയ്ക്ക് ഒരു മധുരമുണ്ട്. അത് ചിലപ്പോൾ നല്ല ചിക്കൻ, ഈ മാംസ വിഭവങ്ങളുടെ ആ ഒരു എരി അങ്ങ് ന്യൂട്രലൈസ് ചെയ്യും. പക്ഷേ സവാള ഇല്ലാതെ സംഭവം ഈ ചെറിയുള്ളിയൊക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ചെറിയുള്ളി പോലും വെക്കാതെയാണ് അൻസു ഈ ധൈര്യം, ഒരു സാഹസം കാണിച്ചിരിക്കുന്നത്. മസാലകളും ഇല്ല, ഗരം മസാല ഒന്നുമില്ല. വീണ്ടും ഭയങ്കര ഇതെന്ത് ചെയ്യുന്നത് നമ്മളൊരു അപ്പോൾ കുറേശ്ശെ അതിനായിട്ട് വറ്റിച്ചെടുക്കുകയാണ്. വറ്റണം. നമ്മുടെ ചേട്ടൻ്റെ ഒരു ഭാഗ്യം തന്നെ കേട്ടാ. ചേട്ടൻ്റെ പേരൊന്നും പറഞ്ഞില്ല എൻ്റെ? വിനോദ് കുമാർ. ചേട്ടൻ എന്ത് ചെയ്യുന്നത്? എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? മെഡിക്കൽ കോളേജിൽ മൃതസഞ്ജീവനി ഉണ്ട്, അതിന്റെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ. ഓ അടിപൊളി. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. പ്രത്യേകിച്ച് മിക്ക സമയങ്ങളിലും ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുത്തുള്ള വർക്ക് ചെയ്യുന്നതാണ് ഈ ഓർഗൻ ഡൊണേഷനൊക്കെ വരുന്നത്. അപ്പം അതിൽ സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇന്ത്യൻ സോഫ്റ്റ് ബോൾ പ്ലെയറും കൂടിയാണ്. ഇന്ത്യൻ സോഫ്റ്റ് ബോൾ പ്ലെയർ ആയിരുന്നു. ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു. നാഷണൽ താരമാണ്. അതെ, നാഷണൽ താരമാണ്, ഇന്ത്യൻ താരമാണ്. ഓ അടിപൊളി കേട്ടാ. ഒരു ഇന്ത്യൻ താരത്തിന്റെ വൈഫ് കൂടെയാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലയും കൂടി. കറിവേപ്പില, അയ്യോ പ്രധാന താരം, അതിപ്രധാന താരം, സുപ്രധാന താരം. കറിവേപ്പിലയും കൂടെ ഇട്ടു. അതിന്റെ ഏകദേശം അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഒരു പാർട്ട് റെഡിയായി. ഇനി ബാക്കി ഇരിക്കുന്നതിനെ കൂടെ ഇതേ പ്രോസസ് ചെയ്ത് റെഡിയാക്കി എടുക്കും. അതിനുശേഷം നമ്മൾ നേരെ ബട്ടൂരയിലേക്ക് പോകും. ബട്ടൂര റെഡിയാക്കും. ബട്ടൂര വെളുത്ത കളറല്ലേ? ബട്ടൂരയ്ക്ക് അറിയാം.
അതും കൂടി ഇട്ടൊരു പിടി പിടിക്കുന്ന ആ ഒരു സീൻ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുക. എളുപ്പം അങ്ങോട്ട് എന്താന്ന് വെച്ചാൽ ചെയ്ത് റെഡിയാക്കി ഇങ്ങോട്ട് തരണം. ഇനിയും വിശന്നിരിക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ തലി ലോക്കലാവും കേട്ടോ. അപ്പൊ എളുപ്പം ഇതെല്ലാം റെഡിയാക്കി, അതായത് ബട്ടൂര, നമ്മുടെ ഹേ ഗർമി ചിക്കൻ, ഹേ ഗർമി ചിക്കൻ കോംബോ ആയിട്ടായിരിക്കും ഞാൻ ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ഹേ ഗർമി ചിക്കൻ ബട്ടൂര. ഈശ്വര, എപ്പോൾ തുടങ്ങിയ പണിയാണെന്നറിയാമോ? വേറെ ഒന്നുമല്ല, വിശന്ന് ഉപ്പാട് വന്ന് ഇതേ കഴിക്കൂലെന്ന് വാശി പിടിച്ച് നമ്മളെല്ലാവരും ഇരിക്കുക. കാര്യം ഇത് പാചകം ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിച്ചാലേ നമുക്ക് വിശപ്പ് അങ്ങോട്ട് അടങ്ങും. പക്ഷേ അത് നമ്മുടെ അൻസൂൻ അങ്ങോട്ട് വിഷമയ്യോ, നിങ്ങൾക്ക് സമയത്ത് തരാൻ പറ്റിയില്ലല്ലോ, എന്നിട്ട് ധീർതി വെച്ചുണ്ടാക്കുന്നു, അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് ഓടുന്നു. പക്ഷേ എല്ലാം റെഡി ആയിരുന്നു. അങ്ങനെ അൻസൂന്റെ കയ്യിൽ നിന്ന് 2 കിടിലം കോംബോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ബട്ടൂര നല്ല ഹോം മെയ്ഡ് കിടിലം. കറക്റ്റ് ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഞാനൊന്ന് മാറി നിന്ന് കാണരുത് കേട്ടോ. എല്ലാം കിടിലായിട്ട് ചെയ്യുന്ന കണ്ടു. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഹേ ഗർമി ചിക്കൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഹേ ഗർമി ചിക്കൻ. നമ്മുടെ ദോശ വേണമെങ്കിൽ ഇതിന്റെ കൂടെ നല്ല കിടിലം കോമ്പിനേഷൻ. എനിക്ക് ഗ്രേവിയാണ് ഞാൻ ഇൻട്രസ്റ്റഡ്. കാര്യം അതിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ കേട്ടോ. ബട്ടൂരയൊക്കെ നല്ല ബബിള് പോലെ ഇരുന്നതാണ്. പക്ഷേ ഇപ്പം നമ്മൾ എടുത്ത് വെച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ ബോളൊക്കെ പൊട്ടിപ്പോയി. അപ്പം അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. ഈ കാണാൻ കട്ട ലുക്കായിരുന്നു. ഇതെവിടെ വെച്ചു അൻസു? ഇനി ഞാനങ്ങോട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ആൾക്കാരുടെ റിവ്യൂ ഒക്കെ പറഞ്ഞ് എങ്ങാനും ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ജെന്യൂൻ ആയിട്ട് പറയണോ അതോ? ജെന്യൂൻ ആയിട്ട് പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ല. എത്രയോ പേര് കാണുന്നതാണ്. ഒരു വിഷമം വരത്തില്ല. ഇതേപോലെ തന്നെ ഇരിക്കും. ശരി, കാണാം. അത്രയും ധൈര്യമുള്ള ഒരാളെ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. അപ്പം ബട്ടൂര വിത്ത് ഹേ ഗർമി ചിക്കൻ. വീണ്ടും എന്താണ്? ഹേ ഗർമി ചിക്കൻ. ഇതുപോലെ നല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല ചെവാതിരിക്കണം. ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് അല്ലേ അങ്ങോട്ട് വെക്കേണ്ടത്. പീസ് അവിടെ ഇരുന്നോട്ടെ. നല്ല ഹോം മെയ്ഡ് ബട്ടൂരയും ഇത്രയും നേരം ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ നല്ല എന്താ ട്രൂ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുണ്ടാക്കിയ നമ്മുടെ ഹേ ഗർമി ചിക്കൻ കൂടെ. അൻസൂന് ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് റിവ്യൂ കൊടുക്കും? കാര്യം ഞാൻ ചെയ്യുന്ന സമയത്ത് അത് തെറ്റിപ്പോയി, ഇത് തെറ്റിക്കാണും, അതൊക്കെ ഭയങ്കര കൺസേൺ ആണ്. കാര്യം കൊടുക്കുന്ന എന്തെങ്കിലും കട്ട പെർഫെക്ഷനിസ്റ്റ് ആണല്ലേ? ആണോ? അങ്ങനെയാണോ പൊതുവെ ജീവിതത്തിൽ? അടിക്കും ചിട്ടിയും കാര്യങ്ങളും അല്ല. അത്രയും പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് എപ്പോഴും ടെൻഷനായിരുന്നു. പക്ഷേ അൻസു, നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആര് കറക്റ്റ് ചെയ്ത് തരും? അതിനാണ് നമ്മൾ മനുഷ്യർ അതിനെ കൈപുണ്യം എന്ന് പറയുന്നത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ, നമ്മൾ നമ്മുടെ ഭാഗം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം ഇതുപോലത്തെ
ഒരിക്കൽ നാട്ടിൽ വെച്ചാൽ വീണ്ടും വീണ്ടും വെച്ച് നോക്കാൻ പറ്റുന്ന നല്ല വിഭവങ്ങൾ ദൈവം പടച്ചു വിട്ടു. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എരിവ് കൊണ്ട് പടാരം അടങ്ങും. പക്ഷേ എരിവെന്നുള്ള സംഭവമല്ല തോന്നിപ്പിക്കുന്നത്. എരിവിന് ഇങ്ങനെ ഒരു സുഖമുണ്ടെന്ന്, അതായത് ഒരു പായസം കഴിക്കുന്നില്ല, നമ്മളൊരു സേമിയ പായസം കുടിക്കുമ്പോഴത്തേക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ എരിവുള്ള വിഭവങ്ങൾ, നല്ല എരിവുള്ള വിഭവങ്ങളാണെങ്കിൽ കഴിച്ചുകൊണ്ടേനോ ഹോ ഇങ്ങനെ പറയേണ്ടി വരും. പക്ഷേ എരിവിന് ഇങ്ങനെ ഒരു സ്മൂത്ത് മുഖം കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവശ്യത്തിന് എന്താ പറയുന്നത്, എന്തുവാണെന്ന് പറഞ്ഞുകൂടാ, അതിനെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്ത് എരിവിന് ഇത്ര ഒരു സ്മൂത്ത് മുഖം കൊടുക്കുന്നത് വലിയ പാടാണ്, എളുപ്പമല്ല കേട്ടോ. കാര്യം എരിവിൻ്റെതായ ഒരു മുഖമാണല്ലോ ഉള്ളത്, രൗദ്രഭാവമാണ്. പക്ഷെ എരിവിനെ തണുപ്പനാക്കി അതിൻ്റെ കളറിൽ മാത്രം നിർത്തിയതിന് മിടുക്കി, അതൊരു കിടിലം പരിപാടിയാണ്. കാര്യം അതിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ 100% വിജയിച്ചെന്ന് എന്നെ പോലെ ഒരുത്തിന് പറയാൻ പറ്റും കേട്ടോ. അല്ലാതെ വലിയ ടേസ്റ്റിംഗ് ടെക്നിക്സ് ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഒരു മനുഷ്യന് ഇഷ്ടപ്പെടാവുന്ന എല്ലാ രീതിയിലും കാഴ്ചയിൽ തന്നെ ഇത് ഇത്രയും നേരം നിന്ന് അതിൻ്റെ മണവും അടിച്ച് കണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പോലും കഴിക്കുമ്പോൾ വീണ്ടും ഡിപ്പ് ചെയ്ത് പീസല്ല, ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഗ്രേവി, അതിൻ്റെ ആ ഒരു അതിൻ്റെ എസൻസ് ഉണ്ടല്ലോ, അതാണ് എൻ്റെ നോട്ടം. അതാ കണ്ട ചെവ നാക്കിലൊക്കെ അങ്ങോട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആവശ്യം. ഇനി നമുക്ക് ഇവിടത്തെ ഒരു കാര്യം, സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിനെപ്പറ്റി പറയണമെങ്കിൽ ഒരുപാടുണ്ട്. ഒരു കൊച്ചു പാചകക്കാരി കൂടെ ഇവിടെയുണ്ട്, നമ്മുടെ ഒരു കുട്ടി താരം. ഇവിടെ നിന്ന് ഒരേ ബഹളമായിരുന്നു. അൻസുവിൻ്റെ പകുതി ശ്രദ്ധയെ കൊണ്ടുപോയത് അദ്ദേഹമാണ്. അവളെ കൂടി ഇങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഓടി വാ, മിടുക്കി കുട്ടിങ് വാ. അൻസുവിൻ്റെ പ്രിയ പുത്രിയാണ്. പേരെന്താണ്? അയാന എന്നാണ് പേര്. ഇവിടെ എല്ലാവരും എന്ത് വിളിക്കും? അയിനു. ഇവിടെ നിന്ന് ആകെ ബഹളമായിരുന്നു കേട്ടോ. ഇവിടെ വർക്ക് ചെയ്യുന്നവരെ ശല്യപ്പെടുത്തുന്നു, അത് ഇത് ഏട്ട ബഹളമായിരുന്നു. അപ്പം അയിനുവിനും കൂടെ ചെറിയൊരു കാര്യം, വേറെ ഒന്നിനുമല്ല ഞാൻ അയിനെ വിളിച്ചത്. അവിടെ നിന്ന് ഞാൻ ഓരോ ഡിപ്പ് കഴിക്കുമ്പോൾ അവിടെ നിന്ന് വെള്ളം ഇറക്കുന്നുണ്ട്. എൻ്റെ വയറിനൊന്നും പറ്റാതിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ചുമതലയാണ്. ഇനി ഒരു സത്യസന്ധമായ ഒരു റിവ്യൂ ഞാൻ ചേട്ടാ കണിക്കല ഇങ്ങനെ കാണിച്ചു നോക്കട്ടെ. സത്യസന്ധമായിട്ട് പറയട്ടെ, എങ്ങനെയുണ്ട്? പിള്ള മനസ്സിൽ കള്ളാവില്ല കേട്ടാ. ഏതായാലും താങ്ക് യു സോ മച്ച് ആൻസു. കാര്യം നിങ്ങളുടെയൊക്കെ സമയം കുറച്ച് നേരം നിർത്തി. കാര്യം ഇത് നമ്മൾ കാണുന്ന ഒരു അരമണിക്കൂറിലാണെങ്കിൽ വേണമെങ്കിൽ മേ ബി നമ്മൾ ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളെല്ലാം കൂടെ 2-3 മണിക്കൂർ നല്ല രീതിയിൽ പുറകെ ഇരുന്നാണ് ഇതുപോലെ നല്ല ഔട്ട്പുട്ട്സ് തരാൻ പറ്റും. അത്രയും സമയം ആത്മാർത്ഥമായിട്ട് വന്ന അൻസുവിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഇതിനുശേഷം പ്രോഗ്രാം കട്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും നല്ല ട്രീറ്റ് തരണം. ഓക്കെ, നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, എന്തായാലും ഈ ഒരു ഷോ നിങ്ങൾ എല്ലാവരും കാണണം. ഈ ഒരു വിഭവം ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു യുണീക്ക് വിഭവമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നോക്കാം. ബൈ ബൈ.